Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് നൽകുകയാണ്. നമ്മൾ 1-2 ആഴ്ചകളായിട്ട് പരലോകം എന്ന വിഷയം ആരംഭിച്ചിരിക്കുകയായിരുന്നു. ആ വിഷയം ഒരു മുസ്ലിം എന്ന നിലക്ക് വളരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്താണ് പരലോക യാഥാർത്ഥ്യം, പരലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിലപാടുകൾ എന്തൊക്കെ, ഈ വിഷയം വളരെ സുപ്രധാനമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഖുർആനിലെ എല്ലാ പേജുകളിലും പരലോകത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വികാരം പരലോകബോധം തന്നെയാണ്. പരലോകബോധമാണ് നമ്മളെ നന്മയിലേക്ക് നയിക്കേണ്ടത്, സൽക്കർമ്മങ്ങളിലേക്ക് നയിക്കേണ്ടത്. തെറ്റുകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തേണ്ടതും പരലോകബോധമാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഐഹിക ജീവിതത്തെക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ദുനിയാവ് ക്ഷണികമാണ്, ചെറുതാണ്. പരലോകം എന്നൊന്നും നിലനിൽക്കുന്നതാണ്, ശ്രേഷ്ഠമാണ്, ഉത്തമമാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവും മത്താവും കലയിൽ ഒരു ചെറിയ ചരക്കാണ്. മത്താവുൽ ഖുറൂർ, വഞ്ചനാത്മകമായൊരു ചരക്കാണ്. പക്ഷേ വൽ-ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, ഉത്തമമായത് പരലോകമാണ്. കാരണം അതിൽ നിന്നും നിലനിൽക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ജീവിതത്തെ 2-3 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്ന് ഹയാത്ത് ദുനിയ, ദുനിയാവിലെ ജീവിതം. ഒരാൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഉള്ള ജീവിതഘട്ടമാണ് ഹയാത്ത് ദുനിയ, അഥവാ ദുനിയാ ജീവിതം, ഐഹിക ജീവിതം. ജനനം മുതൽ മരണം മുതൽക്ക് പിന്നെ അങ്ങോട്ട് ഹയാത്തുൽ ആഖിറ, പാരത്രിക ജീവിതം. പാരത്രിക ജീവിതത്തെയും 2 ഘട്ടങ്ങളായി തിരിക്കാം. മരിച്ച് രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഒരു ജീവിതഘട്ടം ഹയാത്തുൽ ബർസഖ്, ബർസഖി ജീവിതം. രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടത് മുതൽ അനന്തമായ ജീവിത കാലഘട്ടം ഹയാത്തുൽ ആഖിറ. ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് ജീവിച്ചു തീർക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഐഹിക ജീവിതത്തിൻ്റെ പ്രത്യേകത, ഇവിടെ രക്ഷാശിക്ഷകളൊന്നുമില്ല. ഇതൊരു പരീക്ഷണത്തിൻ്റെ ഇടം മാത്രമാണ്.
അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്മ ചെയ്യുന്നവരാര് എന്ന് പരീക്ഷിച്ചറിയുക മാത്രമാണ്. ഇവിടെ ഒരു പക്ഷേ അള്ളാഹിനെ അംഗീകരിക്കുന്ന ആൾക്ക് വലിയ പരീക്ഷണങ്ങൾ വരാം, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് വാരിക്കോരി അനുഗ്രഹങ്ങൾ ലഭിച്ചതും വരാം. ഐഹിക ജീവിതത്തിൻ്റെ വിജയപരാജയം യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതൊരു പരീക്ഷണമാണ്. ചിലർക്ക് അള്ളാഹു ഏറെ കൊടുക്കും, കുറവ് കൊടുക്കും. പക്ഷേ ഇസ്ലാമിക ജീവിതം നയിക്കുമ്പോഴായിരിക്കും ഐഹിക ജീവിതത്തിൽ മനസ്സമാധാനവും ശാന്തിയും ജീവിത വിശുദ്ധിയും ലഭിക്കുക എന്നത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ഇത് പരീക്ഷണത്തിൻ്റെ ഇടമാണ്. അതേസമയം പരലോകം അങ്ങനെയല്ല. പരലോകം പരിപൂർണമായും നല്ല മനുഷ്യർക്ക് ആനന്ദകരമായ ജീവിതവും കുറ്റവാളികൾക്ക് ശിക്ഷയുടെയും ലോകമാണ്. ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിലില്ല. പരലോകം ഏതാണ്ട് മരണം മുതൽ ആരംഭിക്കും. മരണത്തെ പരലോകത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മരണം തന്നെ 2 തരത്തിലുണ്ട്. നല്ല മരണമുണ്ട്, ചീത്ത മരണമുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. പക്ഷെ മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മളെല്ലാവരും കാണുന്നൊരു യാഥാർത്ഥ്യമാണ്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, ആരും നിഷേധിക്കാത്ത ഒരു പരമസത്യമാണ്. അതിനെ ശരിയായ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ മരിക്കുന്നവരാണ്. ഇതൊരു വസ്തുതയാണ്. പലപ്പോഴും നമ്മളെക്കുറിച്ച് നമ്മൾ മരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ കാര്യം ആലോചിക്കാറില്ല. ഇന്നയാൾ മരിച്ചു, അയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു എന്നൊക്കെ പറയാമെന്നല്ലാതെ ഞാനൊരു ദിവസം മരിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. ഞാൻ മരിച്ചാൽ എന്തൊക്കെ ഉണ്ടാവുക എന്ന് ചിന്തിക്കാറില്ല. യഥാർത്ഥത്തിൽ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. എല്ലാവരും മരിക്കും. എല്ലാവർക്കും അല്ലാഹു തആല വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹി, എല്ലാവർക്കും ഒരു നിശ്ചിത കാലഘട്ടവും ജീവിത വിഭവം നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോകേണ്ടി വരും. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ശരി, എന്ത് വലിയ ആളാണെങ്കിലും ശരി, മരണത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി കീഴൊതുങ്ങി കൊടുക്കേണ്ടി വരും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ അതിഭദ്രമായി കെട്ടിപ്പൊക്കിയ കോട്ടകൾക്കകത്താണെങ്കിലും മരണം നിങ്ങളെ വന്ന് പിടികൂടുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഒരാളെയും അല്ലാഹു തആല മരിക്കാത്തതായി നിശ്ചയിച്ചിട്ടില്ല. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നിനക്ക് മുമ്പ് നാം മനുഷ്യന് നിത്യത നൽകിയിട്ടില്ല. നബിയോട് പറയാം, എന്നിരിക്കെ നീ മരിച്ചെന്ന് വരികിൽ അതിൽ അസാധാരണമായി എന്തുണ്ട്? ഇക്കൂട്ടരും ജീവിച്ചിരിക്കുന്നവരാണോ എന്ന് ഖുർആൻ ചോദിക്കും. റസൂലുള്ള മരിക്കും എന്ന് ഖുർആൻ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. റസൂലും മരിക്കും. എല്ലാവരും മരിക്കും. ഈസാ അലൈഹിസ്സലാം അടക്കം പിന്നീട് വന്ന് ഭൂമിയിൽ മരണത്തെ അഭിമുഖീകരിക്കും. മരിക്കാതിരിക്കുന്ന ഒരാളുമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം വലിക്കുല്ലി ഉമ്മത്തിൻ അജൽ ഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ, എല്ലാവർക്കും ഒരു അജലുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നൊരു സെക്കൻഡ് പിന്തിപ്പിക്കുകയോ മുന്തിപ്പിക്കുകയോ ഇല്ല, മരണത്തെ അഭിമുഖീകരിക്കും. ഇതൊരു പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം. നമ്മളൊക്കെ മരിക്കുന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമുക്കിടയിൽ മനുഷ്യന്മാർക്കിടയിൽ തർക്കമില്ലാത്തൊരു ഭാവിയിൽ വരാനിരിക്കുന്നൊരു കാര്യം മരണത്തെ സംബന്ധിച്ചാണ്. ഞാൻ മരിക്കില്ല എന്നൊരാൾക്കും ബുദ്ധിയുള്ള ഒരാളും പറയുകയുമില്ല. നമ്മളൊക്കെ മരിക്കും. ഒരു പക്ഷേ ഈ ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം നമ്മൾ മരിക്കുന്നതാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം. കാരണം അതൊരു നിസ്സാര കാര്യമല്ലല്ലോ. നമുക്ക് പൈസ നഷ്ടപ്പെടാം, ജോലി നഷ്ടപ്പെടാം, വീട് നഷ്ടപ്പെടാം, അത് കിട്ടാം, ഇത് കിട്ടാം, ഇങ്ങനെയൊക്കെ പല ജീവിതത്തിൽ നമ്മൾ കല്യാണം കഴിക്കാം, അങ്ങനെ വരാം, മക്കളുണ്ടാകാം, പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും വലുത് ഈ ദുനിയാവിന് പോകുക എന്നുള്ള സംഗതിയാണ്, മരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ഉദാഹരണത്തിന് ഒരാൾ ഞാൻ ഒരു ദിവസം എൻ്റെ ഉമ്മ മരിക്കുന്നു, അന്ന് തന്നെ എൻ്റെ ഭാര്യയും മക്കളും മരിക്കുന്നു, എൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ ഒരു ദിവസം മരിക്കുക, അന്ന് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നു, വീടിടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നു, എൻ്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെടുന്നു. എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു കിടക്കുക,
എൻ്റെ വീട് പോയിരിക്കണം, എൻ്റെ സമ്പത്ത് പോയിരിക്കണം. എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണല്ലോ ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ മരിക്കുന്ന ദിവസം എൻ്റെ ഉമ്മ എനിക്ക് നഷ്ടമായി. ഞാൻ മരിക്കുന്ന ദിവസം അന്ന് തന്നെ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ ഭാര്യയും മക്കളും സുഹൃത്തുക്കളും എനിക്ക് നഷ്ടമായി. അതോടുകൂടി എൻ്റെ ബാങ്ക് ബാലൻസൊക്കെ വേറെ ആളുടെ പേരിലായി. അതോടുകൂടി എൻ്റെ ഭൂമിയുടെ ആധാരം മറ്റൊരാളുടെ പേരിലായി. എല്ലാം എനിക്ക് നഷ്ടപ്പെടുകയാണ്. അഥവാ ഞാൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ശരിക്കതൊരു വലിയ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണത്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ഈ പ്രകൃതി തന്നെ നമ്മളെ ഇവിടുന്ന് ഒഴിവാക്കണ പോലെ ആയിരിക്കും. കാരണം നമുക്ക് ആ സമയത്തിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയം എത്താൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. എവിടെയാണോ അല്ലാഹു തആല തീരുമാനിച്ച സ്ഥലം അവിടെ നമ്മൾ എത്തിച്ചേരും. ഒമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്താ സംഭവിക്കുക എന്ന് ഒരാൾക്കും ഇതുവരെ എന്തെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അത്യന്താധുനിക സംവിധാനത്തോടു കൂടി വളരെ വലിയ അതിനൂതനമായ പലതും നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ എപ്പോഴാണ് മരിക്കാന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരിക്കാതിരിക്കാനും നമുക്ക് പറ്റിയിട്ടില്ല. ഇത്രയും ശാസ്ത്രീയമായിട്ട് നാളെ മരിക്കാതിരിക്കാനുള്ളൊരു സംവിധാനം മനുഷ്യന്മാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. മഹാനായ ഹാറൂൺ റഷീദ്, അദ്ദേഹത്തിന് രോഗം കലശലായി. വൈദ്യന്മാർ മൂത്രം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇനി അദ്ദേഹം മരണത്തോടടുക്കുകയാണ്, സക്രാത്തിലേക്ക് പോവുകയാണ്. ഈ വിവരം അറിഞ്ഞ ഹാറൂൺ റഷീദ് പറഞ്ഞു, നോക്കിയേ, എന്നെ ചികിത്സിക്കാൻ എത്ര ഡോക്ടർമാരും വൈദ്യന്മാരുമാണ്. ഞാനാണെങ്കിൽ ഈ രാജ്യത്തെ ഖലീഫയാണ്. എനിക്ക് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്, എൻ്റെ എല്ലാം ഉണ്ട്. പക്ഷെ ഇവരാർക്കും എൻ്റെ ആയുസ്സിനെ ഒരു ലേശം നീട്ടിത്തരാൻ പറ്റുന്നില്ല. എൻ്റെ ആയുസ്സൊന്ന് ചുരുക്കാൻ, എനിക്ക് കുറച്ചും കൂടി ജീവിക്കാൻ അവസരം തരാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ല. ഇതേതാണല്ലോ നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ചുരുങ്ങിയ പ്രായത്തിൽ 30കളുടെ പ്രായത്തിലാണ് ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ആ ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ചിങ്ങനെ കയ്യേറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ 30കളുടെ പ്രായത്തിലാണ് അദ്ദേഹം മരണത്തെ അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു രംഗമുണ്ട്. അദ്ദേഹം പറയുന്നത്, എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എൻ്റെ 2 കൈകളും പുറത്തേക്ക് ഇടണം, ആളുകൾ കാണട്ടെ. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോകില്ല, എൻ്റെ കൈ ശൂന്യമാണ്. എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം. ആളുകൾ അറിയട്ടെ എൻ്റെ ഡോക്ടർമാർക്ക് എൻ്റെ ആയുസ്സിനെ നീട്ടിത്തരാൻ കഴിയില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ സ്വർണവും രത്നങ്ങളും വെള്ളികളൊക്കെ വിതരട്ടെ. അവർക്കൊന്നും മനുഷ്യന് നിത്യത നൽകാൻ കഴിയില്ല എന്നവരറിയട്ടെ. കാരണം മരണമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത യാഥാർത്ഥ്യം. നമ്മൾ ഈ മരണവാർത്തകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ അതിൻ്റെ ഒരു ഘടനകൾ, ഓരോ നാട്ടിലെ ഓരോ മരണത്തിൻ്റെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കിയാൽ എപ്പോഴാണ് മരിക്കാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏത് സെക്കൻഡിലോ ഏത് രീതിയിലാണ് ആ മരണം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ പ്രായമുള്ള വല്യപ്പി ഇങ്ങനെ രോഗത്തോട് മല്ലടിച്ച് 90-95 വയസ്സിൽ കഴിയായിരിക്കും. ഈ രോഗമായ ആ വല്യപ്പ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീട്ടിലുള്ള ചെറുപ്പക്കാരനായ പയ്യൻ അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കും. നമ്മളെ ഖുതുബ ശ്രവിക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ ചിലപ്പോൾ തോന്നും മരിക്കാന്ന് പറഞ്ഞാൽ വല്യപ്പാക്കും വല്യമ്മാക്കും പറഞ്ഞ കാര്യമാണ്. وكم من فتى أمسى وأصبح ضاحكا وأكفانه في الغيب تنسج وهو لا يدري. എത്ര ചെറുപ്പക്കാർ ചിരിച്ച് മതിച്ച് രസിച്ച് കഴിയുന്നുണ്ട്. പക്ഷെ അവരുടെ മയ്യത്ത് പൊതിയാനുള്ള തുണി നെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള കാര്യം അവരറിയുന്നില്ല. അതവരറിയുന്നില്ല. അത് പൊന്നാനിയിലെ ടെക്സ്റ്റൈലിൽ വന്നിട്ടുണ്ടാവും. മയ്യത്തിൻ്റെ തുണി ടെക്സ്റ്റൈലുകാർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ആർക്കാ വേണ്ടതെന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ ആർക്കോ വേണ്ടി അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരനായിരിക്കും ചിലപ്പോൾ യാത്ര ഇരിക്കുക. നമ്മൾ കണ്ടിട്ടില്ല ചില രോഗികൾ കൊല്ലങ്ങളോളം ജീവിക്കുന്നത്. ഒരു രോഗമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് പുതിയ കാലത്തൊക്കെ ഒരു രോഗമില്ലാത്ത ആൾ ആക്സിഡൻറ്റിലും പുതിയ കൊറോണയ്ക്ക് ശേഷമൊക്കെ ടക്ക് അടിച്ചു പോണേ നമ്മൾ കാണുന്നുണ്ട്. എത്ര ആരോഗ്യവാന്മാർ ഒരു കാരണവും കൂടാതെ മരിക്കുന്നു. എത്ര രോഗികൾ കാലങ്ങളോളം ജീവിക്കുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജനിച്ച അന്ന് മുതൽ കൗണ്ട് ഡൗണാണ്. നമുക്ക് അതൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ ഓരോ ദിവസവും ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾക്കിങ്ങനെ പുതിയ ഉണർവും അല്ലെങ്കിൽ നമ്മൾക്ക് വയസ്സ് കൂടുന്നൊക്കെ ആകുമ്പോൾ
സത്യത്തിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ടതിനൊന്നും നഷ്ടപ്പെടുകയാണ്. ഞാൻ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികളോട് പറയലുണ്ട്, സത്യത്തിൽ മണ്ടത്തിലാണ് ഈ ആഘോഷം. കാരണം നമുക്ക് അല്ല നിശ്ചയിച്ച് തന്നതിൽ നിന്ന് ഒരു വയസ്സ് പോവുകയാണ്. ബർത്ത്ഡേയുടെ അന്ന് ദുഃഖ ആചരണമാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഒരാൾക്കൊരു 75 സ്വർണ്ണ നാണയം കിട്ടി. ഓരോ കൊല്ലവും ആ സ്വർണ്ണ നാണയത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പോകുമ്പോൾ ആഘോഷിക്കുകയാണോ ചെയ്യുക? അല്ലല്ലോ. സത്യത്തിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ്സിൽ നിന്ന് ഒന്ന് കുറയാണ്, ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. പക്ഷെ എവിടം വരെയാണ് എന്നത് നമുക്കാർക്കും അറിയില്ല എന്നതേ ഉള്ളൂ. കാരണം ആ മരണത്തിൻ്റെ ആ സമയം നമുക്കറിയില്ല, സ്ഥലവും നമുക്കറിയില്ല. ഞാൻ മരിക്കേണ്ടത് പെരുമ്പിലാവിലാണോ പൊന്നാനിയിലോ കുത്തുബക്ക് വന്നാണ് മരിക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് മരിക്കുക. വേറെ എന്തെങ്കിലും കാര്യത്തിന് വന്നാലും ഇവിടെ നിന്നായിരിക്കും മരിക്കുക. ആർക്കും എവിടെ നിന്നാണ് മരിക്കാമെന്ന് അറിയാൻ കഴിയില്ല. പറയാറുണ്ടല്ലോ ഒരു കഥ, ഞാൻ പലപ്പോൾ സൂചിപ്പിച്ചാൽ നല്ല ഓർമ്മപ്പെടുത്തിയ വിഷയത്തിന് ഭാഗമായിട്ട്. ഒരു അലക്സാണ്ട്രിയയിലെ ചക്രവർത്തി, സ്ഥലത്തിൻ്റെ പേരൊന്ന് ഞാൻ മാറ്റി പറയാം, ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഉലാത്തുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഓടിക്കതച്ച് വരുന്നത്. രാജാവിനോട് പറഞ്ഞു, അയ്യോ എന്നെ മരണത്തിൻ്റെ ദൂത് നോക്കി പേടിപ്പിച്ചിട്ടുണ്ട്. കഥയാണ് കേട്ടോ, മരണത്തിൻ്റെ മലക്ക് എന്നെ നോക്കി പേടിപ്പിച്ചു, എനിക്ക് പേടിയാവുന്നു. എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും മിസ്റിലേക്ക് പോകാനുള്ള ഒരു വാഹനം തയ്യാറാക്കി തരണം. എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം, അതിന് ദൂരേക്ക് പോകണം, കാരണം മലക്ക് എന്നെ നോട്ടിട്ടുണ്ട്. രാജാവ് പെട്ടെന്നൊരു കുതിരയെ സംഘടിപ്പിച്ച് സുഹൃത്തിന് കൊടുത്തിട്ട് അതിശീഘ്ര സുഹൃത്ത് പാഞ്ഞ് അദ്ദേഹം മിസ്റിലേക്കോ സ്ഥലത്തൊക്കെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാവിന് ഇങ്ങനെ തോന്നി, എന്തിനാ ഇപ്പം എൻ്റെ സുഹൃത്തിനെ മലക്ക് വെറുതെ നോക്കി പേടിപ്പിച്ചത്? കഥയാണ്. മലക്കിനെ വിളിപ്പിച്ച് ചോദിച്ചു, കഥയാണ്. മലക്കിനോട് രാജാവ് ചോദിച്ചത്രേ, എന്തിനാ നിങ്ങൾ എൻ്റെ സുഹൃത്തിനെ നോക്കി പേടിപ്പിച്ചത്? മലക്ക് മറുപടി കൊടുത്തത്, ഞാൻ നോക്കി പേടിപ്പിച്ചതൊന്നുമല്ല, ആശ്ചര്യം കൊണ്ടും അത്ഭുതം കൊണ്ടും നോക്കിപ്പോയതാണ്. കാരണം ഇന്ന് രാത്രി മിസ്റിൽ വെച്ച് റൂഹിനെ പിടിക്കേണ്ട ഒരു മനുഷ്യനുണ്ട് ഇവിടെ അലക്സാണ്ട്രിയയിൽ നിൽക്കുന്നത്. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇയാളുടെ റൂഹിനെ പിടിക്കേണ്ടത് മിസ്റിൽ വെച്ചാണ്, പക്ഷെ ആൾ അലക്സാണ്ട്രിയയിലാണ് നിൽക്കുന്നത്. ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് പോയതേ ഉള്ളൂ. പറഞ്ഞ പോലെ ഇയാൾ അതിശീഘ്രം പാഞ്ഞ് മിസ്റിലെത്തുന്നു, റൂഹിനെ പിടിക്കുന്നു. അവിടേക്ക് നമ്മളങ്ങോട്ട് എത്തിച്ചേരും. എനിക്കറിയുമോ അനുഭവമുള്ളൊരു ചരിത്രമുണ്ട്. ഇപ്പം ഈ ചാവക്കാട് നിന്ന് വാടാനപ്പള്ളി വരെ പോകുന്ന ചേറ്റുവയുടെ ഭാഗത്ത് പണ്ട് വിശാലമായ വീതി കൂടിയ ഭാഗമായിരുന്നു. അവർ 2 സുഹൃത്തുക്കളെ തീരുമാനിച്ചു, അവരിന്ന് റോട്ടിലൂടെ നടക്കുക, നമുക്ക് റോഡ് ഒഴിവാക്കിയിട്ട് വീതിയുള്ള അറ്റത്ത് കൂടെ നടക്കാം, പിന്നെ ഒരു ടെൻഷനും ഇല്ലല്ലോ. പക്ഷെ അവർ നടന്നപ്പോൾ വന്ന ബസ് ഒരു ലോറി വന്നിട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നേരെ ഇവരുടെ ശരീരത്തിലേക്കാണ് വീണത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരേക്കാണ് വീണത്, ഷോക്കേറ്റ് മരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരണമെന്ന് പറയുന്നത് നമുക്കൊന്നും പിടുത്തം കിട്ടാത്തൊരു വലിയ സംഗതിയാണ്. അതിന് നമ്മളെല്ലാവരും വീണും. ഇത് ഇടയ്ക്ക് നമ്മൾ ആലോചിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മളോട് പ്രത്യേകം പഠിപ്പിച്ചത്. ഇക്തറു ദിക്ർ ഹാദിമല്ലത്താത്തുൽ മൗത്ത്, സകല സുഖങ്ങളും അവസാനിക്കുന്ന ആ മരണത്തെക്കുറിച്ചൊന്ന് ആസ്വദിച്ചു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇടയ്ക്ക് പള്ളിയുടെ ഖബർസ്ഥാൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടല്ലോ, അതിൽ കിടക്കുന്ന ചില ആൾക്കാരുകൾ ആലോചിച്ച് നോക്കിയാൽ അവർ പള്ളി പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, വലിയ നേതാക്കളായിരുന്നു, വലിയ സമ്പന്നരായ ആൾക്കാർ. കിടക്കുന്ന സ്ഥലം എവിടെ കിടക്കുന്നത് അവർ? മഹാനായ ഒരു പണ്ഡിതൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് നല്ല വീട് കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊള്ളാം, പക്ഷേ മരണമില്ലായിരുന്നെങ്കിൽ ഇത് നല്ലതാണ്. മരിക്കുമെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ഇവിടെ താമസിക്കൂ. എത്ര വീട് വലുതാകുന്നുവോ അത്രയും വേദനാജനകമായിരിക്കും ആ വീട് വിട്ട് കബറിലേക്ക് പോകരുത്. അവരൊക്കെ ഇപ്പോൾ കബറിൽ കിടക്കില്ല, 2 ആഴ്ച മതി. 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളൊക്കെ മിനുക്കി തേച്ച് കൊണ്ട് നടക്കുന്ന ഈ ശരീരം പുഴുവരിച്ച് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ കണ്ണുകളുടെ അവിടെ 2 ഗുഹകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ശരീരം മുഴുവൻ പുഴുക്കൾ തിന്നിട്ടുണ്ടാവും. അങ്ങനെ ആകാനുള്ളതാണ് ഇതൊക്കെ. ഒന്നും ഇയാൾ കൊണ്ടുപോകുന്നില്ല. അയാളെ കുടുംബ സമ്പത്തൊക്കെ കൊണ്ടുപോയിട്ട് മയ്യത്ത് വെക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര വേണ്ടപ്പെട്ട ആളുകളെ ഒരു നിർവികാര അല്ലെങ്കിൽ ഒരു ചെറിയ വികാരത്തിലൂടെ അവിടെ കൊണ്ട് വെച്ചിട്ട് അവർ ഓട്ടോമാറ്റിക്കലി ആരോ പറഞ്ഞു വെച്ചതനുസരിച്ച് തിരിച്ചിങ്ങോട്ട് പോരുകയാണ്. ആ പള്ളിക്കാട്ടിൽ അപ്പം ഒറ്റക്കായതാണ്. ആ മയ്യത്ത് നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കണ രംഗമൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങളെല്ലാവരും. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളുണ്ടാക്കിയ വീട്ടിൽ നിന്ന് നമ്മുടെ പൈസ കൊണ്ടുണ്ടാക്കിയ ആ വീട്ടിൽ നിന്ന് ആ മയ്യത്ത് എടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിങ്ങനെ നോക്കി വെക്കുന്നു, ബെൽറ്റും ചെരുപ്പൊക്കെ നോക്കിയിരിക്കുകയാണ്, ആരെയും എടുക്കാതെ. എൻ്റെ മുഴുവൻ ഡ്രസ്സുകൾ അവിടെ വെച്ചിട്ട്
അപ്പം കൊണ്ടുവന്ന 2-3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു രംഗം യഥാർത്ഥത്തിൽ അനുസ്മരിക്കണം എന്നാണ് ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മരണം എന്ത് എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിൽ വരണം. മാത്രമല്ല നമ്മുടെ ജീവിതം അത്രയേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മരിക്കണ നേരം എൻ്റെ ഉമ്മ വിളിക്കുക മോനെ എന്നാണ് സ്നേഹപൂർവ്വം, ഭാര്യക്കാന്ന് വിളിക്കും, മക്കളൊക്കെ ഉപ്പാന്ന് വളരെ സ്നേഹപൂർവ്വം വിളിക്കുന്നവരാണ്, ഒക്കെ ശരിയാണ്. ഞാൻ സക്രാത്തിലാണ് കിടക്കണമെങ്കിൽ എൻ്റെ ഉമ്മയും വളരെ വന്ന് സ്നേഹപൂർവ്വം തലോടുകയും ആലോചിക്കുക, എൻ്റെ മക്കളും ഭാര്യയും കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവിടെ. പക്ഷേ ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ ആ ചുറ്റും നിൽക്കുന്ന എൻ്റെ മൂത്ത മോൻ, അവൻ ജനിച്ചിട്ട് ഈ മരിക്കണ സെക്കൻഡ് വരെ ഉപ്പാന്ന് മാത്രം വിളിച്ച എൻ്റെ മോൻ പിന്നെ അവൻ്റെ അനിയനോട് പറയുന്നത് നമുക്ക് മയ്യത്ത് നീക്കി കെടുത്താണ്, വാപ്പാനേന്നല്ല, മരിച്ചാൽ പിന്നെ ഉപ്പല്ല. എൻ്റെ ഉമ്മ മോനേന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഏത് പരിപാടിക്ക് പോകുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും ഒന്നും മോനെ പോണ്ട, മഴയാണ്, നേരത്തെ വരണട്ടോ, വരാൻ വൈകരുത് എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്ന ഉമ്മ, ഇന്ന് പരിപാടി മുടക്കിക്കൂടെ ചോദിക്കണ ഉമ്മ, ആ ഉമ്മ മറ്റവരോടൊക്കെ പറയണത് വേഗം മയ്യത്തെടുക്കാൻ നോക്കുകയെന്നാണ്. വേഗം മയ്യത്തെടുക്കാൻ നോക്കുകയെന്നാണ് മക്കളോടൊക്കെ പറയണത്. മയ്യത്ത് അധികം വെക്കണ്ട എന്നാണ് ഉമ്മ പറഞ്ഞത്. ആലോചിച്ച് നോക്കിയ വസ്തുത. എൻ്റെ ഭാര്യയും പിന്നെ വിളിക്കുന്നത് മയ്യത്ത് എന്നാണ്. മരിച്ചാൽ പിന്നെ ഞാനില്ല, മയ്യത്താണ്. മരിച്ചാൽ പിന്നെ ഞാനില്ല, മയ്യത്താണ്. നമ്മൾ ഈ വസ്തുത ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഹദീസിൽ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചെറുപ്പക്കാരനായ ആൾ ചോദിച്ചു, വക്കാല ഫത്താ യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അല്ലാഹുവിന്റെ റസൂലേ മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാ? മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിമൗത്തിൽ ദിക്റുൽ മൗത്ത്, മരണത്തെ കൂടുതൽ സ്മരിക്കുന്ന ആളുകളാണ്. അഹ്സനുഹും ലിഇസ്തിഗ്ദാദ് ലിൽ മൗത്ത്, മരണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്ന ആളാണ്. ഇസ്തിഗ്ദാദുൽ യൗമിർ റഹീൽ, മരണയാത്രയ്ക്ക് വേണ്ട യാത്രാ ഒരുക്കം. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ വൽ ഇസ്തിഗ്ദാദുൽ യൗമിർ റഹീൽ, മരണയാത്രയ്ക്ക് വേണ്ട യാത്രാ ഒരുക്കം നടത്തലാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഗൾഫിലേക്കോ ഡൽഹിയിലേക്കോ മദ്രാസിലേക്കൊക്കെ പോകുമ്പോൾ എന്തുമാത്രം നല്ല ഒരുക്കങ്ങളാണ് ഒരുങ്ങുക. എന്നിട്ട് ആ പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ മരണം പോവുക, ആ യാത്ര പോവുക. ഇതുപോലെ മരണയാത്രയ്ക്ക് വേണ്ട യാത്രാ ഒരുക്കങ്ങൾ എപ്പോഴും നടത്തണം. കാരണം ഇതേത് സമയത്തും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. ഞാൻ ഈ ഹജ്ജിന് പോകുന്ന ചില ആളുകൾ എപ്പോൾ വേണമെങ്കിലും പിടി വരാച്ചിട്ട് അവർ ബാഗൊക്കെ വളരെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടാകും. എല്ലാ സാധനവും മേടിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ അപ്പം തന്നെ പുറപ്പെടേണ്ടി വരും എന്നുള്ളവർക്ക് ഒരുങ്ങലിട്ട്. ഏത് സെക്കൻഡിലും ഈ ജുമാ കഴിഞ്ഞാലോ പോകുക നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സെക്കൻഡിലും മരണത്തിന് വേണ്ടി യാത്രാ ഒരുക്കങ്ങൾ നടത്താൻ നമുക്ക് സാധ്യമായി തീരണം. മരണത്തെ പേടിച്ച് കഴിയല്ല വേണ്ടത്, മരണത്തെ പ്രതീക്ഷിച്ച് കഴിയാണ് വേണ്ടത്. മരണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയാണ് വേണ്ടത്. മരണത്തോട് വെറുപ്പും ഒരു തരം അകൽച്ചയുമല്ല നമ്മൾ കാണിക്കേണ്ടത്. ഇപ്പോൾ പുതിയ ലോകത്ത് മരണചിന്ത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലല്ലോ. മരിച്ചാൽ പോലും നമ്മളെ കുട്ടികളൊന്നും പോയി, ഞാൻ പല മയ്യത്തിൻ്റെ സ്ഥലങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം, കല്യാണത്തിന് പോയ ചെറുപ്പക്കാരുടെ ഒരു പടയാണ്. കല്യാണ വീട്ടിൽ ചെറുപ്പക്കാരികളും കുട്ടികളും പാട്ടും കൂത്തും മാട്ടും ഒക്കെ. ഒരാളെ വീട്ടിൽ മരിച്ചാൽ അതും 4000, 3000, 5000 ഒക്കെ ആൾക്കാർ. മരിച്ച വീട്ടിൽ പോയാൽ 300, 200 തന്താൻ. 300, 200 തന്താൻ. പല ചെറുപ്പക്കാർ കുട്ടികൾ അങ്ങോട്ട് പോണെന്നില്ല. അവർക്കൊന്നും മരിച്ചോടുത്ത് ഇനിയിപ്പോൾ അടുത്ത ബന്ധുക്കളായ കുട്ടികളുണ്ടാവും, ബാക്കിയുള്ളവരാരും പോണം. ഉണ്ടെങ്കിൽ തന്നെ ആ മയ്യത്തിൻ്റെ തുണിയൊന്ന് പൊക്കിയിട്ട് ഒരു ഒടുക്കത്തെ നോട്ടോ നോക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകും. ഇതെന്താണ് സംഭവം? കാരണം നമ്മളെ കുട്ടികൾക്കും ആളുകൾക്കും മരണത്തെക്കുറിച്ച് ചിന്തകൾ വരുന്നില്ല. അങ്ങനെ മരണചിന്ത വരുമ്പോഴാണ് മനുഷ്യൻ കർമ്മങ്ങൾ നന്നായി ചെയ്യുക. ഞാൻ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് പോകേണ്ടവനാണെന്ന ചിന്ത ഒരാളുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ഒരുങ്ങാൻ അയാൾ തയ്യാറാകുക. ആ ഒരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാവണം. ഞാൻ ഇന്നല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കാനിട വരരുത്. അതുകൊണ്ട് ഏത് സമയത്തും ഞാൻ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകേണ്ട ആളാണ്. എൻ്റെ ഭാണ്ഡത്തിൽ എന്തുണ്ട് എന്ന് പരിശോധിക്കലാണ് ദിക്റുൽ മൗത്ത്. അതാണ് മരണചിന്ത. ഇന്ന് അള്ളാഹ് വിളിച്ചാൽ എൻ്റെ കയ്യിൽ എന്താണുള്ളത്
എന്നെ രക്ഷപ്പെടുത്താൻ മാത്രം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ജീവിത വിജയം നേടുന്നത്. ഇത് വളരെ കൃത്യമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞു, മുസ്ലിം സമൂഹം ഇസ്സത്തുള്ളവരാകണമെങ്കിൽ മരണത്തെ പേടിയില്ലാത്ത, മരണത്തെ ഈമാനോടുകൂടി അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ള അതിശക്തരായ ആളുകളായി മാറണം. മുസ്ലിം സമൂഹത്തിന് ഒരു കാലത്ത് വഹിന് ബാധിക്കും. അന്ന് മുസ്ലിങ്ങൾ അവർ ശത്രുക്കൾ പിടികൂടും. അവർ വിശന്ന് പറഞ്ഞ മനുഷ്യർ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം വാരി വലിച്ച് തിന്നുന്ന പോലെ ശത്രുക്കൾ അവർക്ക് ചുറ്റും നിന്ന് വാരി വലിച്ച് തിന്നും. റസൂലുള്ളാഹിനോട് സഹാബാക്കൾ ചോദിച്ചു, അന്ന് ഇത്രമാത്രം പീഡിപ്പിക്കപ്പെടാൻ ഞങ്ങൾ കുറച്ചാളേ ഉണ്ടാവുള്ളൂ? അല്ല, നിങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരു രോഗം ബാധിച്ചിരിക്കും, വഹിന്. വമൽ വഹിനു യാ റസൂലല്ലാഹ് ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള സ്നേഹവും മരിക്കാനുള്ള വെറുപ്പും. നമ്മൾ മരിക്കാനുള്ള ഒരു വെറുപ്പ് ശരിക്കും നമുക്ക് ഈമാൻ എന്ന് പരിശോധിക്കാനുള്ള നല്ല ഒരു ടൂൾ അതെന്താ ചോദിച്ചാൽ, ഇന്ന് അല്ലാഹ് വിളിച്ചാൽ പോകാൻ റെഡിയാണ് എന്നതാണ്. ഇന്ന് അല്ലാഹ് വിളിച്ചാൽ യഹൂദന്മാരുടെ ഒരു വാദഗതി ഞങ്ങളാണ് അല്ലാഹുവിൻ്റെ അടുത്ത ആളുകളെന്നായിരുന്നു. ഖുർആൻ അവരെ ഗണ്ണിച്ചത് എന്താണെന്നറിയോ? നിങ്ങൾ അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. നിങ്ങളാണ് അല്ലാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മരിക്കാൻ ആഗ്രഹിക്കും. മരിക്കാൻ തയ്യാറാണോ? പക്ഷേ തങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരിക്കലും അവർ മരിക്കാൻ തയ്യാറാവൂല. ശരിക്കും നമുക്ക് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടൂൾ ഇന്ന് അല്ലാഹ് വിളിച്ചാൽ കയ്യും കെട്ടി എല്ലാം ഈമാനോട് കൂടി പോകാൻ തയ്യാറുണ്ടെങ്കിൽ അത് ഈമാനിൻ്റെ ഒരു ലക്ഷണം. അങ്ങനെ ഇല്ലെങ്കിൽ അതിലേക്ക് ഉയരുക എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ബാധ്യത. ഒരിക്കലും നമ്മൾ മിഥ്യാധാരണയപ്പെടരുത്. ഞാനിങ്ങനെ നല്ല ഉഷാറിലാണ്, എനിക്കൊന്നും അടുത്ത് വരില്ല എന്നുള്ള തെറ്റിദ്ധാരണ വരരുത്. ഇത് ശരിക്കും വേണമെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പരീക്ഷ നടത്തുന്ന പോലെ 10 മണിക്ക് പരീക്ഷ തുടങ്ങി 12 മണിക്ക് എല്ലാവരും പരീക്ഷ അവസാനിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ചിട്ട് അങ്ങനെയും ചെയ്യാലോ. അള്ളാഹ്ക്ക് ഭൂമി കോടാനു നക്ഷത്രഗോളങ്ങൾ സൃഷ്ടിച്ച അള്ളാഹു താലക്ക് ഭൂമി കുറച്ച് വിശാലമാക്കി സൃഷ്ടിച്ച് ഭൂമിയിലുണ്ടാക്കാൻ ഉദ്ദേശിച്ച മനുഷ്യന്മാരെ മുഴുവൻ ഒന്നിച്ച് സൃഷ്ടിച്ച് എല്ലാവരും ഒന്നിച്ചാണ് മരിപ്പിച്ച് പരീക്ഷ നടത്തി മാർക്ക് കൊടുക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ല അള്ളാഹ് നിശ്ചയിച്ചത്. ഇന്ന് 1,35,000 ആൾ 65,000 ആൾ ലോക ഇതിൻ്റെ കണക്കനുസരിച്ച് ഒരു ദിവസം ആവറേജ് 1,65,000 ആൾ മരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു. ലോകത്ത് 65,000 1,65,000 ആൾ. ഇവരെ വ്യത്യസ്ത സമയത്താണ് മരിക്കുന്നത്. ഏകദേശം ഒരു സെക്കൻഡിൽ 2 ആൾ വെച്ച് മരിക്കുന്നുണ്ട്. സെക്കൻഡിൽ തന്നെ കുറച്ച് ആളുകൾ വെച്ച് മരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന രൂപത്തിൽ വിവിധ സമയത്താണ് മരണങ്ങൾ നടക്കുന്നത്. ഓരോ മരണത്തിൽ നിന്നും നമുക്ക് ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യണം? മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുക്കണം, മയ്യത്തിന് വേണ്ടി നമസ്കരിക്കണം, മയ്യത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ശരിക്കും മയ്യത്ത് ഖബർസ്ഥാനൊക്കെ അല്ലെങ്കിൽ ഖബറിടം സന്ദർശിക്കണം എന്നൊക്കെ പറഞ്ഞത് മയ്യത്തിന് വേണ്ടിയിട്ടില്ല. മയ്യത്തിന് വേണ്ടി ഇവിടുന്ന് ദുആ ചെയ്താൽ മതി. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മയ്യത്തിനോട് ദുആ ചെയ്യണമെങ്കിൽ മയ്യത്തിൻ്റെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ ഖബർസ്ഥാൻ്റെ അടുത്തേക്ക് പോകണം, അങ്ങനെയല്ല. ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഇവിടുന്ന് ദുആ ചെയ്യാം. നമ്മളെ വാപ്പയും ഉമ്മയും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഖബറിൽ പോകേണ്ട കാര്യമില്ല, ഇവിടുന്ന് ദുആ ചെയ്യാം. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ചെയ്യാം. പിന്നെ എന്തിനാ ഖബറിൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞത്? ഖബറിങ്കലേക്ക് പോകുന്നത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ. ഈ കിടക്കുന്നത് വാപ്പയാണ്, ഈ കിടക്കുന്നത് നാട്ടിലെ ആളുകളാണ്, ഈ കിടക്കുന്നത് വേണ്ടപ്പെട്ട ആൾക്കാരാണ് എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഖബർ സിയാറത്ത് നിശ്ചയിച്ചത്. അതാ ഖബറിലെ ആൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഖബറിലെ ആൾക്ക് അവിടെ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ ദുആ ചെയ്യുന്നു, അത് വേറെ കാര്യം. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലെപ്പോഴും ഈ മരണത്തെക്കുറിച്ചൊരു ചിന്ത, അത് നല്ല ജീവിത യാഥാർത്ഥ്യം കിട്ടും, ജീവിതത്തിൽ ലക്ഷ്യബോധം കിട്ടും. മരണത്തെ പേടിച്ചല്ല, മരണത്തെ പേടിപ്പിച്ചാൽ മരണത്തെ നമുക്ക് മരിക്കണ വരെ ധൈര്യത്തോടു കൂടി ജീവിക്കാം. മഹാനായ അല്ലാമ ഗുമൈനി ഇറാനിലെ ഗുമൈനി ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ മരണത്തെ പേടിച്ചാൽ മരണം നിങ്ങളെ പേടിച്ചിട്ട് ഓടിച്ചിട്ട് പിടികൂടും. നിങ്ങൾ മരണത്തെ പേടിപ്പിച്ചാൽ മരിക്കണത് വരെ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ജീവിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആടെ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത് അവർക്ക് മരണത്തെക്കുറിച്ച് പേടിയില്ല. കാരണം മരണം എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ഈ ഒരർത്ഥത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഇടയ്ക്കൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കണം. നാട്ടുകാർ മരിക്കണമല്ല, ഞാൻ മരിച്ചാൽ എങ്ങനെ,
എൻ്റെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? നമ്മളിങ്ങനെ പൈസക്ക് വേണ്ടി ഒട്ടോടുമ്പോൾ ഇതൊക്കെ ഒരു ദിവസം പോണതല്ലേ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകളോട്ട് വഴക്കടിച്ചിട്ട് എന്ത് കാര്യമാണ് കൊണ്ടുപോകാനുള്ളത്? എന്തൊക്കെയാണ് എൻ്റെ പാഠത്തിലുള്ളത്? ഇതൊക്കെ നമ്മുടെ ചിന്തകളെ ശരിക്കും ഉണർത്തേണ്ടതുണ്ട്. അത് ജീവിതത്തെ നല്ല ലെവലിൽ, നല്ല ഘടനയിൽ നമ്മളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ വസ്തു നമ്മൾ തിരിച്ചറിയണം. പരലോകത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഈ മരണത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. തീർച്ചയായും മരണം 2 തരത്തിൽ തന്നെയാണ്. നല്ല മനുഷ്യർക്ക് നല്ല മരണം, ചീത്ത മനുഷ്യർക്ക് ചീത്ത വേദനാജനകമായ മരണം. വിസ്തരിച്ച് തന്നെ ആ വിഷയം നമ്മൾ അടുത്ത 10 പേര് പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മരിച്ചാൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മരണം വരുന്നതിന് മുമ്പ് രോഗവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. അതും ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകം എന്ന വിഷയം ശരിക്ക് വിസ്തരിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അംഗീകരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹി വലക്കും.